ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 പിക്ചേഴ്സ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേയുടെ എനർജി എന്താണ്. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് ജാനുവരി 30th പായൽ നമ്പർ 1ൻ്റെ എനർജീസ് എന്താണ്? താങ്ക് യു. ഇവിടെ 4 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇന്ന് ഓവറോൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര, അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. മനഃശാന്തി, സമാധാനം, അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതെങ്ങനെ എൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവരാം, അതിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ഓവറോൾ നിങ്ങളുടെ എനർജി കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു പോർട്ടൽ, ഒരു എനർജി ഓപ്പൺ ആകുന്നതായിരിക്കാം. കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട്, കുറച്ചും കൂടെ ബോൾഡായിട്ട് കാര്യങ്ങളെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും കുറച്ച് പേർക്ക് ഒരു എനർജി ഓവറോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ഷമിക്കുക, ഇത് നിങ്ങളെ ആയിരിക്കാം, മറ്റുള്ളവരെ ആയിരിക്കാം, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രേയേഴ്സ്, എന്തെങ്കിലുമൊക്കെ മെഡിറ്റേഷൻ, എന്തെങ്കിലുമൊക്കെ ബ്രീത്തിങ് പ്രൊസീജിയർ ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് അല്ലെങ്കിൽ സ്പിരിച്വൽ എനർജി ആയിട്ട് കുറച്ച് പേര് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ ഓവറോൾ പീസ്ഫുള്ളായിട്ടിരിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തകൾ, എന്തെങ്കിലും നെഗറ്റിവിറ്റി വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ മറികടക്കാം, അതിൽ ഇന്ന് ഓവറോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 7 ഓഫ് സോഡ്സിൻ്റെ എനർജി, കുറച്ച് പേർക്ക് ഇതൊരു പ്രൊട്ടക്ഷൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചുറ്റും എന്തെങ്കിലും ഗോസിപ്പ്, എന്തെങ്കിലും നെഗറ്റീവ് എനർജി, ഇത് പാസ്റ്റിൽ നടന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കുന്ന, നിങ്ങൾ തന്നെ ഹേർട്ടാവുന്ന എനർജിയാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ എഗെയിൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ധൈര്യമായിട്ട് നേരിടാനായിട്ട്, കുറച്ചും കൂടെ ബോൾഡായിട്ട് നിൽക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് തൻ്റെ അടുത്തോട്ട് വരുന്ന എന്തെങ്കിലും നെഗറ്റീവ് എനർജിയോട് നോ പറയുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതൊരു പോസിറ്റീവ് എനർജി ആയിട്ടും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മജിഷ്യൻ വന്നിട്ട് എന്തെങ്കിലും എഗെയിൻ സെയിം കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, എനർജീസ്, നിങ്ങളുടെ തന്നെ തോട്ട് പ്രോസസ്സ്, സമാധാനം നഷ്ടപ്പെടുത്തുന്ന എനർജീസ്, അവിടെ കുറച്ചൊരു ശാന്തി, സമാധാനം, പീസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം. കണ്ടോ, പാസ്റ്റിലെ എനർജീസ് ആയിരിക്കാം കുറച്ച് പേർക്ക്. അപ്പോൾ എന്തെല്ലാം ഞാൻ ലെറ്റ് ഗോ ചെയ്യണം, കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കണം, അതിൽ ഫോക്കസ് ചെയ്യുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എഗെയിൻ നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് സംരക്ഷിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ലൈഫിൽ ലഭിക്കാതെ പോയ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുള്ള വിഷമവുമായിരിക്കാം. മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ബോഡി ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം. എഗെയിൻ പാഷൻ, ലവ്, റൊമാൻസ്, റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു എനർജിയിൽ കുറച്ചൊരു ബാലൻസ് കീപ്പ് ചെയ്യുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കമ്പാഷനേറ്റ് ആയിട്ട് സ്നേഹത്തിൻ്റെ എനർജിയിലിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, 3 ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ കൊളാബറേഷൻ്റെ എനർജി അല്ലെങ്കിൽ യൂണിറ്റിയുടെ എനർജി കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് കരിയറിലായിരിക്കാം, ബിസിനസ് ആയിരിക്കാം. നിങ്ങളുടെ കൊളീഗ്സ് ആയിട്ട് ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി, എന്തെങ്കിലും സെലിബ്രേഷൻ്റെ എനർജി കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഗ്രൂപ്പ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ചേഞ്ച്, എന്തെങ്കിലും റിസൾട്ട് ലഭിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. കുറച്ചും കൂടെ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാനായിട്ട്, നന്ദിയോടുകൂടി ആ ഒരു എനർജീനെ സ്മരിക്കാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ലവ്ഡ് വൺസിൻ്റെ, നിങ്ങളുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ടായിരിക്കാം. എന്തെങ്കിലുമൊക്കെ സംസാരങ്ങൾ, എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് നിങ്ങളെ ഹീൽ ചെയ്യാനായിട്ടും കുറച്ച് പേരെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, കണ്ടോ ഡെവിലിൻ്റെ എനർജി. അപ്പോൾ ഇവിടെ പറയുന്നത് കുറച്ചൊന്ന് ബാലൻസ് കീപ്പ് ചെയ്യുക. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടെംപ്റ്റേഷൻ ആയിരിക്കാം കുറച്ച് പേർക്ക്. നിങ്ങൾക്കറിയാം ആ ഒരു എനർജി ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് റിസൾട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ഒത്തിരി ധൃതി കൂട്ടാതിരിക്കുക, റെസ്റ്റ് ആൻഡ് റിപ്പയർ ചെയ്തിട്ട് സാവധാനം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ചൊന്ന് കെയർഫുള്ളാകുക. ഈ ഒരു ഡെവിളിൻ്റെ എനർജി വന്നിട്ട് ഇവിടെ ജഡ്ജ്മെൻ്റ് ആണ്. എഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ഹെൽപ്പ്, എന്തെങ്കിലും അനൗൺസ്മെൻറ്റ്, എന്തെങ്കിലും സപ്പോർട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക, കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് തേഴ്സ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ, പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേയുടെ എനർജി എന്താണ്. ജാനുവരി 30th, പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ദ എംപ്രസിൻ്റെ എനർജിയാണ്. ഓവറോൾ ഇന്നത്തെ ദിവസം ഒത്തിരി അഭിവൃദ്ധി, ഒത്തിരി പോസിറ്റീവ് എനർജി. കുറച്ച് പേർക്ക് ന്യൂ ബിഗിനിങ് ആയിരിക്കാം, കുറച്ച് പേർക്ക് ഒരു പോസിറ്റീവ് ഫീലിംഗ് ആയിരിക്കാം, പോസിറ്റീവ് എനർജിയിലിരിക്കാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ കൊടുത്ത എഫേർട്ടിന് പോസിറ്റീവ് റിസൾട്ട്സ് ലഭിക്കുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു ബാലൻസിൻ്റെ എനർജി നിലനിർത്താനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. പ്രത്യേകിച്ചും നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജി ഈ ഒരു ദിവസം ഒത്തിരി ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ നർച്ചർ ചെയ്യുക, മറ്റുള്ളവർക്ക് ആ ഒരു സ്നേഹം, ആ ഒരു കമ്പാഷൻ ഷെയർ ചെയ്യുക, ആ ഒരു എനർജിയിൽ കുറച്ച് പേര് ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. ഇൻറ്റ്യൂഷനും വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് തൻ്റെ ബ്ലെസ്സിങ്സ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. കണ്ടോ, 9 of Pentaclesൻ്റെ എനർജി. കുറച്ച് പേർക്ക് പേഴ്സണൽ ഫ്രീഡമാണ്. തൻ്റെ ഇഷ്ടങ്ങൾ, തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്. കുറച്ച് പേർക്ക് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ എനർജിയാണ്. ആത്മീയമായിട്ട് ഒത്തിരി പോസിറ്റീവ് ലെവലിലോട്ട്, പോസിറ്റീവ് വൈബ്രേഷനിലോട്ട് മൂവ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. സ്ട്രെങ്ത്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനാണ്. കുറച്ച് പേർക്ക് ഈഗോ ആയിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് എനർജിയിലാണ് ഇരിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, അതെല്ലാം കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കുറച്ചൊരു സ്റ്റേബിളായിട്ടുള്ള എനർജി, ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഫാസ്റ്റ് എനർജി, ഒത്തിരി ഫയറിൻ്റെ എനർജി നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒത്തിരി ഫാസ്റ്റ് സ്പീഡിൽ പോകുന്നുണ്ട്, റൂൾസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു എനർജി, നിങ്ങളുടെ ഉത്തരവാദിത്തം, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കറക്റ്റായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, ആ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് കെയർഫുള്ളാകുക, ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുക, ലോ ഫോളോ ചെയ്യുക. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ്, ഇവിടെ ഒത്തിരി പോസിറ്റീവ് എനർജി, ഒത്തിരി വെൽത്തിൻ്റെ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തേണ്ട ഒരു ആവശ്യവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബ്ലെസ്സിങ്ങിനെ കുറിച്ചിട്ടായിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കാം. ആരോട് പറയണം, ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിലും ഒരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇവിടെ 10 of Cupsൻ്റെ എനർജി. ഇവിടെ ഒത്തിരി ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ റിലേഷൻഷിപ്പ്, ഫാമിലിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ലവ്, റൊമാൻസ് ആയിരിക്കാം. കുറച്ച് പേർക്ക് കുട്ടികളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ചേഞ്ചസ്, ഒരു പോസിറ്റീവ് എനർജി വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ടഫ് സിറ്റുവേഷൻ എൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബോഡി പെയിൻ ആയിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ, എന്തെങ്കിലും നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാനായിട്ടുള്ള ഒരു എനർജി. കുറച്ച് പേർക്ക് നെയ്ബേഴ്സായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.